എത്ര മനോഹരമായിരുന്നു നമ്മുടെ പെൺമക്കളുടെയൊക്കെ ജീവിതം അല്ലെ? എത്ര മനോഹരായിരുന്നു. ഭർത്താവിനും മക്കളെയൊക്കെ നോക്കി വീട്ടിൽ ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുന്ന സ്ഥാനത്ത് നിന്ന് അവരെ ജോലിക്ക് പറഞ്ഞേക്കണം എന്നൊരു സിസ്റ്റത്തിലേക്ക് സമൂഹം മാറി. ജോലിക്ക് പോകല് ഹറാമാണോ ഹലാലാണോ എന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യം വന്നാൽ ജോലിക്ക് പോകണം, ഉണ്ടെന്നല്ല. ജോലിക്ക് പോകണം ആവശ്യം വന്നാല്. പക്ഷെ അതാണ് പുരോഗതി എന്ന് പറയരുത്. മക്കളെ നോക്കുന്നത് അടിമത്വമാണെന്നും പീഡനമാണെന്നും ജോലിക്ക് പോകുന്നതാണ് പുരോഗതി എന്നും പറഞ്ഞ് പറ്റിക്കുന്നവർക്ക് ഒരു മറുപടിയാ ഞാൻ പറയുന്നത്. ഇനി നമ്മുടെ പെൺമക്കള് ജോലിക്ക് പോയാൽ എന്താ ഉണ്ടാവുക? രാവിലെ ജോലിക്ക് പോകുമ്പോൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ആരാ മക്കളെ കുളിപ്പിക്കേണ്ടത്? അവരെന്നെയാണ്. ആരാ മക്കൾക്ക് അയൺ ചെയ്ത് കൊടുക്കേണ്ടത്? അവരെന്നെയാണ്. ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? അതും അവൾ തന്നെയാണ്. എന്നിട്ട് മക്കൾക്കും ഭർത്താവിന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കൊടുത്ത് അയൺ ചെയ്ത് മക്കളൊക്കെ സ്കൂളിൽ വെച്ചിട്ട് ഈ പെണ്ണ് തിരക്ക് പിടിച്ച് ജോലിക്ക് പോകും. സ്കൂളിലാണെങ്കിലും കോർപ്പറേറ്റുകളിലാണെങ്കിലും കമ്പനികളിലാണെങ്കിലും. എന്നിട്ടോ വൈകുന്നേരം സമയമായ ഓടി വരുന്നതിന്, മക്കൾ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, മക്കൾക്ക് ചോറ് കൊടുക്കണം, മക്കളെ കുളിപ്പിക്കണം, ഭർത്താവ് വരുമ്പോഴേക്കും ഫുഡ് ആവണം. ഈ പെണ്ണെന്താ ഒരു മെഷീനാണോ? വിശ്രമമില്ലാതെ 24/7 പണിയെടുക്കാൻ. എന്നാ ഒരു ആണിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഇയാള് സമയമാകുമ്പോ ഭാര്യ നാസ്ത കൊടുക്കുന്നു, ഇയാൾ ജോലിക്ക് പോകുന്നു, 4 മണിയായാലും ഇയാൾ വീട്ടിലേക്കൊന്നും വരില്ല. ഇയാൾ അങ്ങോട്ട് ഇങ്ങനെ സറ പറഞ്ഞ് കഥ പറഞ്ഞ് തോന്നുമ്പോ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നാൽ അയാൾ വീട്ടിൽ കയറി കിടക്കും. അയാൾ കിച്ചണിൽ പോയിട്ട് ചോറുണ്ടാക്കൂല. അങ്ങനല്ലേ? അപ്പൊ പെണ്ണിന് വീട്ടിലും പണി, പുറത്തും പണി. പെണ്ണ് സത്യത്തില് പീഡിപ്പിക്കപ്പെടുകയാണോ അല്ല സ്വതന്ത്രയാവുകയാണോ ഈ ലിബറലിസ്റ്റുകളുടെ യുക്തിവാദികളുടെ ആശയപ്രകാരം? അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ, ഞാനതാ പറയും, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ. ഇസ്ലാം പറഞ്ഞതാണ് ആശയം. എത്ര മനോഹരമായിരുന്നു നമ്മുടെ പെൺമക്കളുടെയൊക്കെ ജീവിതം അല്ലെ? എത്ര മനോഹരായിരുന്നു. ഭർത്താവിനും മക്കളെയൊക്കെ നോക്കി വീട്ടിൽ ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുന്ന സ്ഥാനത്ത് നിന്ന് അവരെ ജോലിക്ക് പറഞ്ഞേക്കണം എന്നൊരു സിസ്റ്റത്തിലേക്ക് സമൂഹം മാറി. ജോലിക്ക് പോകല് ഹറാമാണോ ഹലാലാണോ എന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യം വന്നാൽ ജോലിക്ക് പോകണം, ഉണ്ടെന്നല്ല. ജോലിക്ക് പോകണം ആവശ്യം വന്നാല്. പക്ഷെ അതാണ് പുരോഗതി എന്ന് പറയരുത്. മക്കളെ നോക്കുന്നത് അടിമത്വമാണെന്നും പീഡനമാണെന്നും ജോലിക്ക് പോകുന്നതാണ് പുരോഗതി എന്നും പറഞ്ഞ് പറ്റിക്കുന്നവർക്ക് ഒരു മറുപടിയാ ഞാൻ പറയുന്നത്. ഇനി നമ്മുടെ പെൺമക്കള് ജോലിക്ക് പോയാൽ എന്താ ഉണ്ടാവുക? രാവിലെ ജോലിക്ക് പോകുമ്പോൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ആരാ മക്കളെ കുളിപ്പിക്കേണ്ടത്? അവരെന്നെയാണ്. ആരാ മക്കൾക്ക് അയൺ ചെയ്ത് കൊടുക്കേണ്ടത്? അവരെന്നെയാണ്. ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? അതും അവൾ തന്നെയാണ്. എന്നിട്ട് മക്കൾക്കും ഭർത്താവിന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കൊടുത്ത് അയൺ ചെയ്ത് മക്കളൊക്കെ സ്കൂളിൽ വെച്ചിട്ട് ഈ പെണ്ണ് തിരക്ക് പിടിച്ച് ജോലിക്ക് പോകും. സ്കൂളിലാണെങ്കിലും കോർപ്പറേറ്റുകളിലാണെങ്കിലും കമ്പനികളിലാണെങ്കിലും. എന്നിട്ടോ വൈകുന്നേരം സമയമായ ഓടി വരുന്നതിന്, മക്കൾ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, മക്കൾക്ക് ചോറ് കൊടുക്കണം, മക്കളെ കുളിപ്പിക്കണം, ഭർത്താവ് വരുമ്പോഴേക്കും ഫുഡ് ആവണം. ഈ പെണ്ണെന്താ ഒരു മെഷീനാണോ? വിശ്രമമില്ലാതെ 24/7 പണിയെടുക്കാൻ. എന്നാ ഒരു ആണിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഇയാൾ സമയമാകുമ്പോ ഭാര്യ നാസ്ത കൊടുക്കുന്നു, ഇയാൾ ജോലിക്ക് പോകുന്നു, 4 മണിയായാലും ഇയാൾ വീട്ടിലേക്കൊന്നും വരില്ല. ഇയാൾ അങ്ങോട്ട് ഇങ്ങനെ സറ പറഞ്ഞ് കഥ പറഞ്ഞ് തോന്നുമ്പോ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നാൽ അയാൾ വീട്ടിൽ കയറി കിടക്കും. അയാൾ കിച്ചണിൽ പോയിട്ട് ചോറുണ്ടാക്കൂല. അങ്ങനല്ലേ? അപ്പൊ പെണ്ണിന് വീട്ടിലും പണി, പുറത്തും പണി. പെണ്ണ് സത്യത്തില് പീഡിപ്പിക്കപ്പെടുകയാണോ അല്ല സ്വതന്ത്രയാവുകയാണോ ഈ ലിബറലിസ്റ്റുകളുടെ യുക്തിവാദികളുടെ ആശയപ്രകാരം? അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ, ഞാനതാ പറയും, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ. ഇസ്ലാം പറഞ്ഞതാണ് ആശയം.